ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിയ ക്രോഷ്യ ബോ ചെയ്യാനായിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് 63 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. അതിനുശേഷം തൊട്ടടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ അനുസരിച്ച് ചെയ്യും. ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. HDC എന്നുള്ളത് ഹാഫ് ഡബിൾ ക്രോഷ്യയും SL ST എന്നുള്ളത് സ്ലിപ്പ് സ്റ്റിച്ചുമാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് വർക്ക് ടേൺ ചെയ്യുക. ഈ സെയിം പാറ്റേൺ തന്നെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ടും ചെയ്യുക. സെക്കൻഡ് റൗണ്ട് മുതൽ നമ്മളിനി ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലായിരിക്കും. ഇതുപോലെ ബാക്ക് സൈഡിലുള്ള ലൂപ്പിൽ വേണം ചെയ്യാനായിട്ട്. 4 റൗണ്ടും കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് യാൺ കട്ട് ചെയ്ത് മാറ്റുക. എക്സ്ട്രാ വരുന്ന യാൺ ഇതുപോലെ കോർത്തെടുത്ത് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണേ നോക്കാം. ഇതുപോലെ ബോയുടെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. ചേർത്ത് പിടിച്ചതിന് ശേഷം സെയിം കളർ യാൺ വെച്ച് കുറച്ച് പ്രാവശ്യം ചുറ്റി കൊടുത്തു കഴിയുമ്പോൾ അതവിടെ ടൈറ്റായിരുന്നോളും. നമുക്ക് ആവശ്യമുള്ള അത്രയും ചുറ്റിയിട്ട് യാൺ കട്ട് ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അവിടെയും ബാക്കി വരുന്ന യാൺ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോ കിട്ടിയിട്ടുണ്ട്. ഇത് കീ ചെയിൻ ആക്കണമെങ്കിൽ ഇതുപോലെ ചെയിനിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി.